വൈകുന്നേരമായപ്പോൾ ഞങ്ങളിതാ പുറത്ത് പോകാൻ ഇറങ്ങി നിൽക്കുകയാണ്. കുഞ്ഞിനൊന്നും കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ശാലുമോൾ ഇതാ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. സംഗീപിനി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ വീട് നോക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും. അപ്പോൾ കുറേ പേര് നമ്മളോട് കഴിഞ്ഞ വീഡിയോസൊക്കെ ഇട്ടിരുന്നപ്പോഴും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് വീട് മാറുന്നതെന്ന്. എന്തുകൊണ്ടാണ് മാറുന്നതെന്ന് നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അതിനകത്ത് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് മാറുന്നത്. ഞാൻ ഈ വീഡിയോയിൽ എടുത്ത് പറയുന്നില്ല എന്താ കാരണമെന്നൊന്നും. പിന്നെ നമുക്കിതിപ്പോൾ പുതുക്കിയെടുക്കേണ്ട സമയമായി. അപ്പോൾ പിന്നെ വിചാരിച്ചു മാറാമെന്ന് കരുതി കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന വീടെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതോട്ട് പോയി കണ്ടിരുന്ന ഒരു വീട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വീടുണ്ടല്ലോ, ആ ഒരു വീട്ടിലോട്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് കുറേ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്തിട്ട് കയറാമെന്ന് കരുതി അവിടെ നോക്കുവാണെങ്കിൽ. പിന്നെ റെൻ്റ് അല്പം കൂടുതലാണ് കേട്ടോ അവിടെ. അതുകൊണ്ടും പിന്നെ നമുക്ക് കാറ് അഡ്ജസ്റ്റ് ചെയ്ത് കയറാൻ പറ്റത്തേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ കിണറൊക്കെ ഇങ്ങനെ ഒരു ഇതില്ലാതെയാണ് നിൽക്കുന്നത്. വളച്ചക്കടയും കുഞ്ഞിന് കാലിനും ബുദ്ധിമുട്ടുണ്ടല്ലോ, ആൾക്ക് ഇങ്ങനെ ബ്രേക്കൊക്കെ ചവിട്ടി ഒരുപാടാവും. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവളുമാർ വന്നപ്പം കണ്ടിട്ടില്ലായിരുന്നല്ലോ, അപ്പോൾ അവരെയും കൂടെ കൊണ്ടുപോയി കാണിക്കാമെന്നും പറഞ്ഞ് ഞങ്ങളിത് അങ്ങോട്ട് വന്നതാണ്. ടാങ്കൊക്കെ എവിടെ ഇരിക്കുന്നതെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം താഴ്ന്നുള്ളവർക്ക് കയറി മുകളിലോട്ട് കയറാൻ ഉള്ള ഇതില്ല. കാരണം മേളിൽ ചെന്നിട്ട് മാത്രമേ നമുക്ക് മേളിൽ ടെറസിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളിപ്പം അകത്തുനിന്ന് കയറാൻ പറ്റത്തില്ല, അവർ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുകളിൽ താമസക്കാർ വരുമ്പോഴത്തേക്ക് നമ്മൾ താമസിക്കാൻ കയറിയാൽ അവർ ക്ലോസ് ചെയ്യും, നമുക്ക് മുകളിലോട്ട് കയറാനുള്ള ഇതില്ല. അതുകൊണ്ട് ടാങ്കിൽ വെള്ളമൊക്കെ നല്ലതാണോ, വെള്ളത്തിൻ്റെ കാര്യം എനിക്ക് ഭയങ്കര ഇതാണ്. കാരണം ചിലയിടത്ത് പോയി നമ്മൾ നോക്കുന്നിടത്തൊന്നും വെള്ളമൊന്നും കൊള്ളത്തില്ല. അപ്പം ഞാൻ ടാങ്കൊക്കെ ഒന്ന് തുറന്ന് നോക്കി, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് എനിക്ക് എത്തുന്നില്ല കേട്ടോ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ നിറഞ്ഞ് വെള്ളം കിടക്കുന്നതുകൊണ്ട് നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയിട്ടൊക്കെ പിന്നെ ഇതാ പതുക്കെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ നമ്മൾ നേരെ പിന്നെ പോയത് മൂന്നാംകുറ്റിയിലോട്ടാണ്. കുറച്ച് പച്ചക്കറി മീനൊക്കെ മേടിക്കാമെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്നതാണ്. അവിടെ ചെന്നപ്പോഴാണ് ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ക്യാഷ് എടുത്തിട്ടില്ല. അപ്പോൾ ക്യാഷ് എടുക്കാതെ എങ്ങനെ മേടിക്കാനാ? അങ്ങനെ മീൻകാർക്കടുത്ത് പോയി ഗൂഗിൾ പേ ഉണ്ടോ ചേട്ടാ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ കയ്യിൽ ആരുടെ കയ്യിലും ഗൂഗിൾ പേ ഇല്ല, ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ മീൻ മേടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ അവിടുന്ന് തിരിച്ചു. പിന്നെ പച്ചക്കറി കടയിൽ ചോദിച്ചപ്പോൾ അവിടെ ഗൂഗിൾ പേ ഉള്ളതുകൊണ്ട് പിന്നെ അവിടുന്ന് കുറച്ച് പച്ചക്കറിയും പിന്നെ ഇപ്പുറത്ത് ബേക്കറി കയറി പാലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നമുക്ക് മുട്ടൻ പണി ഉണ്ടല്ലോ, വെള്ളം കോരണം. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ചോദിക്കും വെള്ളം കോരുന്ന ഇത്ര വലിയ പാടാണോ എന്നൊക്കെ. നമുക്കിപ്പം പാടാടോ, കാരണം ഞങ്ങൾക്ക് രണ്ടിനും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് എപ്പോഴും എനിക്ക് പറയാൻ വയ്യാത്തതുകൊണ്ട്, പിന്നെ കുറേ പേര് വന്നിട്ട് അതിനകത്ത് വന്ന് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയേണ്ടതായിട്ട് വരുന്നത്. പിന്നെ ഇപ്പം തങ്ങി ശാലും ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല ആശ്വാസമാണ് കേട്ടോ. അവൾമാർ വെള്ളം എടുത്തുകൊണ്ട് കോരുമ്പോൾ കുഴപ്പമില്ല, എടുത്തുകൊണ്ട് വരാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പോൾ കുഞ്ഞിനും എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവളുമാരെ എടുത്ത് കൊണ്ടുവന്നൊക്കെ വെച്ച് തരും കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ഒരു സമാധാനം, സന്തോഷം. അവളുമാർ പോയി കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതാ അവളുമാർ ചേട്ടൻ വെള്ളം കോരി കൊടുത്തു. പിന്നെ അനിത്യമാർ കൊണ്ടുവന്ന് ഒഴിക്കുകയും എടുത്ത് കൊണ്ടുവന്ന് വെക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇതാ കോഫി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കോഫി ഇട്ടു. ഞങ്ങൾ 4 പേരും കൂടെ കഴിച്ചു. ബജ്ജി വരുന്ന വഴിക്ക് വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇതാ കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്ത് തട്ടിയിട്ട് അങ്ങ് വെക്കണം, ഇല്ലെങ്കിൽ പുറത്തിരുന്ന് അഴുകി പോകുമല്ലോ. പിന്നെ ഇന്ന് രാത്രിയിലേക്ക് സാമ്പാറും ദോശയാക്കാമെന്ന് വിചാരിച്ചു. പാല് മേടിക്കാൻ കയറിയപ്പോൾ അവിടെ ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതിലൊരു പാക്കറ്റ് ഞാൻ മേടിച്ചിട്ട് വന്നു. നമ്മുടെ ബിക്സി പണി തന്നിരിക്കുകയാണ് ഗൈസ്. അതിനകത്ത് അകത്തൊക്കെ ലൈറ്റൊക്കെ കത്തുന്നു. ഇപ്പോൾ അകത്തെന്തോ ലൈറ്റ് ഇട്ടതുപോലെയാണ് നമ്മളത് ഓണാക്കുമ്പോൾ. അണിഞ്ഞ് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്താലോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ അരിയാട്ടെ ഒന്നും ചെയ്യുന്നില്ല. ആ ചെറിയ മറ്റേ ബുള്ളറ്റ് മിക്സി ഉണ്ടല്ലോ, അതിനകത്താണ് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത്, ചതയ്ക്കാനൊക്കെ എടുക്കുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പാക്കറ്റ് മാവ് മേടിച്ചിട്ട് വന്നു. പിന്നെ സാമ്പാർ അങ്ങ് വെക്കാമെന്ന് വെച്ചു അടുപ്പത്തോട് കൈയോടെ. അങ്ങനെ കുറച്ച് പച്ചക്കറി എടുത്ത് മാറ്റിയിട്ട് ബാക്കിയെല്ലാം കൊണ്ടുവച്ചു. പിന്നെ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എല്ലാം വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ന്യൂ ഫാമിലി മെമ്പേഴ്സാണ് തോന്നുന്നു. കുറച്ച് പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എത്ര അനിയത്തിമാരാണ്, 2 പേരാണോ എന്നൊക്കെ. എനിക്ക് 2 അനിയത്തിമാരായിട്ടോ. അവരെന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ നേഴ്സാണ്, ഒരാൾ പാരാമെഡിക്കലിന് വേണ്ടി പഠിക്കുകയാണ്, 2nd ഇയർ ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാർ വെക്കുന്ന സമയം കൊണ്ട് ഇവിടെ 2 പേരും തകർത്ത് പെൺകുല്ലാണ് കേട്ടോ. ശാലിൻ്റെ തലയിൽ നിന്ന് ഇങ്ങനെ പെൺകുല്ലാണ്. വലുതായിട്ടൊന്നും ഇല്ലയിൽ ഉണ്ട് കേട്ടോ, എൻ്റെ തലയിലുണ്ട്. ഇപ്പോൾ എവിടെ നിന്ന് വരുന്നതെന്ന് അറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാഞ്ഞ് കയറും കേട്ടോ. ആ സമയത്ത് നല്ല ചൊറിച്ചിലുമായിരിക്കും. പിന്നെ ചീക കൊല്ലുമ്പോഴത്തേക്ക് അങ്ങ് റെഡിയാകും. പിന്നെ കുറച്ച് ആൾ കുഴപ്പമേ കാണത്തില്ല, പിന്നെയും വരും. എവിടെ നിന്നൊക്കെ വരുന്നതെന്ന് ഒന്നും അറിയത്തില്ല. മറ്റേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ പെയിൻറ്റ് ശല്യമൊക്കെ വരുന്നത്. അങ്ങനെ ഞാൻ പിന്നെ സാമ്പാർ വെക്കാനുള്ള ഒരുക്കാണ്. സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു.
വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ വെക്കും കേട്ടോ, എല്ലാം കൂടെ കലക്കി അങ്ങനെ വെക്കാറില്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വേകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ കടുവൊക്കെ വറുത്തു മസാലയൊക്കെ ചേർത്തിട്ട് പിന്നെ ആ വെന്ത ആ ഒരു പച്ചക്കറിയൊക്കെ കൂടെ ഇതിനകത്ത് ഒഴിച്ച് കലക്കി ഒക്കെ എടുക്കാറാണ് പതിവ് കേട്ടോ. ഞാനിങ്ങനെ വെക്കുന്നത്. നിങ്ങളിങ്ങനെയാണ് വെക്കുന്നത്? അല്ലാണ്ട് ചെയ്യാറുണ്ട്, അതായത് മൊത്തത്തിൽ അരപ്പൊക്കെ ചേർത്ത് വെച്ചിട്ട് പിന്നെ കടുക് വറുത്ത് ഒഴിക്കാറ് അങ്ങനെയുണ്ട്. പക്ഷേ ഇതെനിക്ക് എളുപ്പമായിട്ട് ഇതാണെന്ന് തോന്നുന്നു കേട്ടോ നല്ലത്. അങ്ങനെ ഇതാ സാമ്പാറായിട്ടുണ്ട്. പിന്നെ ഇതാ ദോശമാവ് എടുത്തിട്ട് നമ്മൾ അങ്ങനെ ദോശയൊക്കെ ചുട്ടെടുക്കുകയാണ്. പിന്നെ കുറേ പേര് നമ്മളോട് വിഷസ് അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ കുറച്ച് പേരുടെ പേര് ഇതാ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. ആര്യശ്രീയുടെ ബർത്ത്ഡേ ആണ് ജൂൺ 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രഞ്ജു ഗോപൻ്റെ മക്കളായ അൻവിത, അങ്കിത ഇവരുടെയും ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡേറ്റ് പറഞ്ഞിട്ടില്ല. അപ്പം 3 പേർക്കും നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ വിചിത്ര ലാലുവിൻ്റെയും ഗോപിക അരുണിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ജൂൺ 2 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫാമിലിയുടെയും അഡ്വാൻസ് ആയിട്ട് വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. 4 പേരും ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇനിയുള്ള ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് പറയുന്നൊരു വിശ്വാസമാണ് കേട്ടോ. ഇങ്ങനൊരു വിശ്വാസം ഞാൻ ഇന്നേ വരെ അറിയിച്ചിട്ടില്ല. അതായത് അനുപ്രിയ ജിതേഷിൻ്റെ സെക്കൻഡ് ലവ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരെയും പ്രണയം സക്സസ് ആവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ദോശയും ചുട്ടെടുക്കുകയാണ്. ഇവിടെ ശാലുവിനാണെങ്കിൽ നെയ് റോസ്റ്റ് മതി എന്ന് പറഞ്ഞു കേട്ടോ. ദോശ എന്നൊക്കെ പറഞ്ഞാൽ ചേട്ടനെ പോലെ തന്നെ അനിയത്തിക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങോട്ട് അകത്തോട്ടൊക്കെ പോകാൻ വേണ്ടി. കഷ്ടിച്ച് എന്തെങ്കിലുമൊക്കെ തിന്നു കേട്ടോ, അങ്ങനെയുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചേട്ടോ. നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്താൽ പിന്നെയും എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കും. ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ ഒട്ടും അങ്ങോട്ട് ഇറങ്ങത്തേ ഇല്ല. അങ്ങനത്തെ ഒരാളാണ്. എനിക്കൊന്ന് പിന്നെയും കുഞ്ഞൻ കഴിക്കുമെന്ന് തോന്നുന്നു. ഇവളാണെങ്കിൽ ഒട്ടും കഴിക്കത്തില്ല. അങ്ങനെ കുഞ്ഞനാണെങ്കിൽ ദോശ വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. ആൾക്ക് നാളെയും ഞാൻ ദോശയും, കാരണം മാവ് കുറേ കാണുമല്ലോ, അപ്പോൾ രാവിലെ ദോശയോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ ആക്കാമെന്ന് വിചാരിച്ചു. സാമ്പാർ നമ്മൾ ഇന്ന് വൈകിട്ട് വെക്കുകയാണെങ്കിൽ നാളത്തേക്കും കൂടെ കിട്ടുമല്ലോ. അപ്പോൾ ആ രീതിയിലാണ് എടുത്തേക്കുന്നത്. അപ്പം നാളെയും ദോശ എന്തെങ്കിലും ആണെങ്കിൽ എനിക്ക് ഇന്ന് അത് വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ആൾക്ക് ഞാനിന്ന് ബ്രെഡ് ഓംലേറ്റ് ആണ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ബ്രെഡ് മേടിച്ചുകൊണ്ട് വന്നത് ഇരിപ്പുണ്ടായിരുന്നു. കുഞ്ഞൻ അങ്ങനെ അതും എടുത്തു. പിന്നെ ഞങ്ങൾ ദോശ ഉണ്ടാക്കി. അപ്പോൾ ഇതാ ഞങ്ങൾ 3 പേരും കൂടെ ദോശയും കഴിച്ചു. ഇവിടെ ഒരാൾക്ക് വാരി കൊടുക്കണം. കുഞ്ഞുവാവയാണ് ഞങ്ങളുടെ വീട്ടിലെ. അപ്പം ഞങ്ങൾ 2 പേരും അപ്പുറത്തും ഇപ്പുറത്തിരുന്ന് വാരി കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കട്ടോ, അല്ലെങ്കിൽ കഴിക്കത്തേ ഇല്ല. കഴിക്കാൻ ഭയങ്കര മടിയുള്ള കാര്യമാണ്. അതുകൊണ്ട് കാണുമ്പം തന്നെ അറിയാമല്ലോ കഴിക്കാത്തതിൻ്റെ ഒരു രീതിയായിട്ടോ. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ നിർബന്ധിച്ചൊക്കെ കൊടുത്താൽ എന്തായാലും കഴിക്കും. വാരി കൊടുത്താൽ കുഞ്ഞിനെ കഴിക്കും കേട്ടോ, ഇല്ലെങ്കിൽ കുഞ്ഞിന് കഴിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. അങ്ങനെ ഒരു കൊച്ചാണ്. ഇങ്ങനെയുള്ള കൊച്ചുങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇതാ വെള്ളത്തിനകത്ത് നല്ല പൊടിയുണ്ട്, നമ്മൾ ഈ കിണറ്റിൽ നിന്ന് കോരിയെടുത്ത വെള്ളത്തിനകത്ത്. അപ്പം ഇറക്കാണ്ടൊക്കെ ഇട്ടേക്കല്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കും. അതുകൊണ്ട് പിന്നെ അരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ അതൊക്കെ അരിച്ച് ഒഴിച്ച് ഞങ്ങൾ പിന്നെ അടുപ്പത്താക്കി. പിന്നെ ഇത് അവിടേക്കൊന്ന് പറക്കിയൊക്കെ ഒതുക്കണമായിരുന്നു. എല്ലാം ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കാം. എനിക്ക് ശരിക്കും ഈ പൈപ്പിൽ നിന്ന് വെള്ളം വരാത്തതുകൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ കഴുകാൻ പോകുന്നത് പൈപ്പിലോട്ടല്ലേ. അപ്പം നമ്മളിങ്ങനെ കോരി ഒഴിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതനുസരിച്ച് വെള്ളം പെട്ടെന്ന് അങ്ങ് തീരുകയും ചെയ്യും. പിന്നെ ഇതാ ഞാനാണെങ്കിൽ ഈ ഒരു ഉപ്പിൻ്റെ ഭരണി കഴുകി വെച്ചിട്ട് ദിവസങ്ങളായി, ഉണങ്ങിയതേ ഇല്ല. ഇനി അത് തുടച്ച് വൃത്തിയാക്കി ഇങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ പിന്നെ പറ്റത്തില്ല. വെയിലൊന്നും അടിച്ചൊന്ന് ഉണക്കിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ്. നടക്കുന്ന കാര്യമല്ലല്ലോ. അങ്ങനെ മുട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് ഇതാ എനിക്ക് മേടിച്ചുകൊണ്ട് വെച്ചിരുന്നത് ഞാൻ പുറത്ത് തന്നെ വെച്ചിരുന്നതെന്ന് തോന്നുന്നു. നല്ല ചീത്തയായിപ്പോയി. ഒരു 4 എണ്ണത്തോളം ചീത്തയായിപ്പോയി. ഇനി ഇരിക്കുന്ന 4 എണ്ണം ഇനി ചീത്തയായതാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും പൊട്ടിച്ച് നോക്കണം. ഇന്ന് ഒരു 10 എണ്ണം മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അതിന് എന്തായാലും കൈയോടെ അങ്ങ് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് ചോദിച്ചു. ഇതും വെച്ചേക്കാം. എന്നാൽ പൊട്ടിച്ച് നോക്കിയിട്ട് അറിയാൻ പറ്റും. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നപ്പോൾ ഇതോട്ട് നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരും പറഞ്ഞു വീട്ടിലൊക്കെ വെള്ളം കയറി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ കുറേ പേരൊക്കെ സേഫാണെന്ന് പറഞ്ഞു. അതിൽ സന്തോഷമുണ്ട്. പക്ഷേ വെള്ളം കയറിയ കാര്യമൊക്കെ കേട്ടപ്പോൾ എനിക്ക് നല്ല സങ്കടം തോന്നി. വീട്ടിലൊക്കെ വെള്ളം കയറിയുള്ള അവസ്ഥ നമുക്ക് പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ദുരിതം തന്നെ ആയിരിക്കും. കാരണം അതിലൊക്കെ ചവിട്ടി നിൽക്കുകയെന്ന് വെച്ചാൽ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും ഇൻഫെക്ഷൻ ഉണ്ടാവും. കാരണം പുറത്തുനിന്ന് വരുന്ന വെള്ളം അതെങ്ങനെയുള്ള വെള്ളമാണെന്ന് നമുക്ക് അറിയത്തില്ല. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒലിച്ച് വരുന്ന വെള്ളമല്ലേ, പോകാനുള്ള വഴിയില്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടന്നിട്ട് നമുക്ക് വീടുകളിലും കയറി കഴിഞ്ഞാൽ നമുക്ക് ദുരിതമാണ്. അസുഖങ്ങൾ ഒരുപാട് വരും. ഇപ്പോൾ ഈ മഴ സമയമാകുമ്പം തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ നമ്മുടെ കൂടെ വരും. അതിനോട് ഈ വെള്ളത്തിലൊക്കെ ചവിട്ടി നിൽക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫായിട്ട് വേറെ സ്ഥലങ്ങളിൽ മാറാൻ നോക്കുക. എനിക്കത് മാത്രമേ നിങ്ങളോട് പറയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ.